ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ഈ കാണുന്നത് എന്താണെന്ന് പ്രേക്ഷകർ എന്നോട് ചോദിക്കരുത്. പോണ്ട പോണ്ട എന്ന് പറഞ്ഞ് ലക്ഷ്മിയെ തടയാൻ ശ്രമിക്കുന്ന, കാലിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന മസ്താനിയെയാണ് ലൈവിൽ കുറച്ചു മുമ്പ് ഞാൻ കണ്ടത്. ഇതില് തന്നെ ഉണ്ടെന്നേ എല്ലാം. ഇവിടെ തീർന്നു ഈ ഒരു ടോപ്പിക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പേഴ്സണൽ ആയിട്ട് ചേഞ്ചിങ് റൂമിൽ വെച്ച് മൈക്ക് ഊരി വെച്ചിട്ട് മസ്താനി ലക്ഷ്മിയോട് പറഞ്ഞൊരു കാര്യമാണ്. അത് അത്രയും പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത്രയും ട്രസ്റ്റ് ചെയ്ത് മസ്താനി പറഞ്ഞൊരു കാര്യമാണ്. മസ്താനിയുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ഈ ഒരു വിഷയം എടുത്തിട്ടത് തന്നെ ആദ്യത്തെ തെറ്റ്. അതാണ് ഫസ്റ്റ് മിസ്റ്റേക്ക്. ലക്ഷ്മി ചെയ്ത ഫസ്റ്റ് മിസ്റ്റേക്ക് ഇതാണ്. ഇതിനത് വെച്ചിട്ട് ഒരു മെയിൽ കണ്ടസ്റ്റന്റിനെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്തത് രണ്ടാമത്തെ തെറ്റ്. മസ്താനിയെ ഒനിയിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ടച്ച് ചെയ്തു എന്ന് എന്തായാലും എന്തൊരു ആരോപണമാണല്ലേ. അത്രയും ക്യാമറകളുള്ള ഒരു സ്ഥലത്ത് ഉന്നയിക്കാൻ പറ്റിയ നല്ല കിഡിലൻ ബെസ്റ്റ് ആരോപണം തന്നെ. ഒന്നാമത് ഇവരിത് കണ്ടിട്ടില്ല. ഇവരുടെ കണ്ണുകൊണ്ട് ഇവർ കണ്ടിട്ടില്ല. ഒനിയില് സോറി പറയുന്നതൊട്ട് കേട്ടിട്ടുമില്ല. മസ്താനി പറയുന്നത് കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ. അത് വെച്ചിട്ട് ഇവർ എന്തൊക്കെയാണ് ക്യാമറയിൽ പോയി എന്ന് പറയുന്നത്. അതിന്റെ ഇന്റൻസിറ്റി അങ്ങനെയായിരുന്നു, ഇന്റൻസിറ്റി ഇങ്ങനെയായിരുന്നു. കുടുംബത്തിൽ പറഞ്ഞതിന്റെ വീരവാദം വേറെയും. ഇവരാരാണെന്നാണ് ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഒരു വുമൺ കാർഡ് എടുത്ത് വീശി 2 ഡയലോഗ് അടിച്ചാൽ ഉടനെ മലയാളി സമൂഹം ഇവർക്ക് കൈയടിക്കുമെന്നോ? അങ്ങനെയൊന്നും കൈയടിക്കുന്ന സമൂഹമൊന്നും അല്ല ഇത്. നാറിയ ലെവലിലുള്ള ഗെയിം സ്ട്രാറ്റജി ആയിപ്പോയി കേട്ടോ. പറയാതിരിക്കാൻ പറ്റത്തില്ല. ലൈവിൽ ലക്ഷ്മി ക്യാമറയിൽ നോക്കി വേറൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. അത് എപ്പിസോഡിൽ കേൾപ്പിച്ചിട്ടില്ല, കാരണം ബ്രോഡ്കാസ്റ്റിംഗ് പരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടല്ലോ, അത് കേൾപ്പിക്കാൻ പറ്റത്തില്ല. സ്ത്രീകൾക്ക് സേഫ് ആയിട്ടുള്ള എൻവിറോൺമെന്റ് ഒരുക്കി തരേണ്ടത് ബിഗ് ബോസിന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന്. എങ്ങനെ? സ്ത്രീകൾക്ക് സേഫ് ആയിട്ടുള്ള എൻവിറോൺമെന്റ് ഒരുക്കി തരേണ്ടത് ബിഗ് ബോസിന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ബിഗ് ബോസിന്റെ തലയ്ക്ക് വെച്ച ചാരുവാണ്. കേരളത്തിലെ വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷക സമൂഹം ലക്ഷ്മിയെ പുച്ഛിച്ച് തള്ളുമെന്ന് മാത്രമല്ല, അധികം വൈകാതെ തന്നെ പുറത്താക്കുകയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിപ്പം 3-ാമത്തെ തവണയായി. അല്ലെ തന്നെ ഒന്ന് ഓർത്തോണേ, മസ്താനിയുടെ ഒരു ഇഷ്യൂ ആണിത്. ചോദിക്കണ്ട എന്ന് കാല് പിടിച്ച് മസ്താനി പറഞ്ഞതുമാണ്. എന്നിട്ടും പോയി അത് ആ പാതിരാത്രി ഒരു സീൻ ആക്കണമെന്നുണ്ടെങ്കിൽ ആ ലെവല് പോയിസൺ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ടായിരിക്കണം. ഇപ്പോ UK പോയെന്നോ ഇത്തിരി വെസ്റ്റിലോട്ടൊക്കെ ഇത്തിരി നാള് ജീവിച്ചെന്നോ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ രീതിയിലുള്ള റിഗ്രസീവ് വിഷമാണ് ഈ വേദലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്. മസ്താനി ഇപ്പൊ ലൈവില് പറഞ്ഞൊരു കാര്യമാണ്. ഞാനൊരു സജഷൻ ചോദിച്ചതാണ് അവരുടെ അടുത്ത്. ഗുഡ് ടച്ച് ആണോ ബാഡ് ടച്ച് ആണോ എന്ന് എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ഞാൻ അവരുടെ അടുത്ത് അബദ്ധത്തിൽ ചോദിച്ചു പോയതാണ്. ഇങ്ങനെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് മസ്താനി പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്തെ സത്യാവസ്ഥ പോലും പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിൽ പരിശോധിച്ചു കഴിഞ്ഞു. അറിയാതെ സംഭവിച്ചു പോയ, വളരെ അൺനോയിങ്ലി സംഭവിച്ചു പോയ ഒരു വിഷയത്തെ ഈ ലെവലില് വളച്ചൊടിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ലക്ഷ്മി കാണിച്ച ആ ഒരു ചങ്കൂറ്റം ഉണ്ടല്ലോ, അത് ഭീകരമാണ്. അതും ഈ 2025 ബിഗ് ബോസിന്റെ തന്നെ 7ാമത്തെ പതിപ്പിനകത്ത് 7th സീസൺ നടക്കുന്നതിന്റെ അകത്താണ് ഇങ്ങനൊരു ആരോപണം ലക്ഷ്മി ഉന്നയിച്ചിരിക്കുന്നത്. വൻ ബോറായി പോയെന്ന് മാത്രമല്ല, ഈ ലെവലിലുള്ള വുമൺ ഗാർഡിന്റെ ഒക്കെ കാലാവധി കഴിഞ്ഞെന്നേ. ഇതൊക്കെ മറ്റേ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള കളികളാണ്. ഏതൊക്കെ സീസണിൽ ആരൊക്കെ പയറ്റി നോക്കിയിട്ടുള്ള ഗെയിമാണെന്നറിയുമോ? അത് ചിലരൊക്കെ വിജയിച്ചിട്ടുമുണ്ട്, ചിലരൊക്കെ പാടെ തള്ളിക്കളയുമായിരുന്നു.